മരുഭൂമിയും കടലും ഒന്നിക്കുന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു സൂര്യോദയം കണ്ടാലോ? വാ, കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഖത്തറിലുള്ള സീലൈൻ ബീച്ചിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ സീലൈൻ ബീച്ചിലേക്ക് ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്ററോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ എണീറ്റാലേ നമുക്ക് കറക്റ്റ് സമയത്ത് സൺറൈസിന് മുന്നേ അവിടെ എത്താനും പറ്റുള്ളൂ. താഴെ എത്തിയപ്പോഴേക്ക് ഞങ്ങൾക്ക് മുന്നേ അജിഷേട്ടം എത്തി. മൂപ്പര് ഒരു റൗണ്ട് ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4:30 ആയപ്പോൾ തന്നെ ഇവിടെ തിരിച്ചായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ റോഡിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തോടെയും നല്ല സ്മൂത്തായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങ് ദൂരെ നിന്ന് കാണാൻ പറ്റും, ചെറിയതായിട്ട് ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ സീലിയം ബീച്ചൊക്കെ എത്തി. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളെത്തും മുന്നേ തന്നെ വേറെ പല ടീംസും അവിടെ ഓൾറെഡി തമ്പടിച്ച് കിടപ്പുണ്ട്. ഈ സൺറൈസിന് മുന്നേ ഉള്ള സ്കൈയുടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്, അത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ അജീഷയുടെ മേലേക്ക് നടന്ന് കയറുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ മാറ്റും ഒരു കയ്യിൽ ഫ്ലാസ്ക് നിറയെ കട്ടൻ ചായയൊക്കെ ആയിട്ട്. അപ്പോഴാണ് ദൂരെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. കുറച്ച് ആൾക്കാർ അങ്ങ് കടലിലോട്ട് ഇറങ്ങി നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. വേറെ ചില ആൾക്കാർ ഇവിടെ കരയിൽ നിന്നുകൊണ്ട് തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നടന്ന് തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, വിചാരിച്ച പോലെയല്ല, നല്ല പാടാണ് മുകളിലോട്ട് നടന്ന് കയറാനായിട്ട്. മുകളിലെത്തിയപ്പോഴത്തേക്ക് ഒരു ടീം അവിടെ ലാൻഡ് ക്രൂസറൊക്കെ ഒതുക്കിയിട്ടിട്ട് ഞങ്ങളെപ്പോലെ തന്നെ സൂര്യോദയം കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മരുഭൂമിയും കടലും ഒന്നിക്കുന്ന സ്ഥലം. അങ്ങനെ ഞാൻ നോക്കിയപ്പം അമ്മയും അജിഷേട്ടനൊക്കെ ഒരു റൗണ്ട് കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് സൺറൈസ് വരുന്ന കാത്ത്. അങ്ങനെ ഞാനും അവർക്കൊപ്പം കൂടി ഒരു റൗണ്ട് കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും പക്ഷേ ഡൗട്ടായി, കാര്യം കുറേ നേരം കിട്ടും സൺറൈസ് ആവുന്നില്ല, ഇനി അതുപോലെ ക്ലൗഡി ആണോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ സൺറൈസ് എപ്പോഴാണ് കറക്റ്റ് അതിൽ പറഞ്ഞ ടൈം ഇപ്പോൾ മൂപ്പരെത്തി. ഇത് ഭയങ്കര ഭംഗിയായിട്ടോ നേരിട്ട് കാണാൻ, ഈ സൺറൈസ് ഈ സ്പോട്ടിൽ നിന്നുകൊണ്ട് കാണാൻ. എനിക്കറിയില്ല, എത്ര സൺറൈസും സൺസെറ്റൊക്കെ കണ്ടാലും എനിക്കെപ്പോഴും അതൊരു ഭയങ്കര മാജിക്കലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അമ്മയും എഴുന്നേറ്റൊക്കെ നടന്ന് സൺറൈസൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ താഴേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. കാരണം ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, നല്ല ചൂടങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എസ്കേപ്പ് ആവണം. അങ്ങനെ എന്തായാലും താഴേക്ക് ഇറങ്ങി കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ വെറൈറ്റി മീൻപിടുത്ത രീതിയൊക്കെ ഒന്ന് കണ്ട്, അവർക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ പിന്നെ ചൂട് കൂടുന്നതുകൊണ്ട് പിന്നെ എന്തായാലും നമുക്ക് തിരിച്ചു പോകാമെന്ന് തന്നെ നമ്മൾ പ്ലാൻ ഇട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് മറ്റേ രാജവാളൻ ടൈപ്പ് പട്ടിയൊക്കെ ഓടുന്ന വഴി. അങ്ങനെ നല്ലൊരു സൺറൈസ് കാണാൻ പറ്റിയില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഇനി വേണം വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ശരി ഗൈസ്, അടുത്തൊരു വ്ളോഗ് കാണാം. ബൈ ബൈ.